ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല മധുരത്തിലൊരു സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഡേറ്റ് കഴിയാനായിട്ടുള്ള ബ്രെഡായാലും അല്ലെങ്കിൽ ചില ബ്രെഡ് ഉണ്ടല്ലോ പൊടിഞ്ഞു പോകുന്ന സൈസ് ബ്രെഡ്, അങ്ങനത്തേതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഏത് ബ്രെഡ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കിയാണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പൊടിക്കണം എന്നില്ല, ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 2 ട്രിപ്പായിട്ട് ഞാനിതിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാരമലൈസ് ചെയ്താണ്ട് ഉണ്ടാക്കണമെന്നില്ല. ആദ്യം തന്നെ പാൽ ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ടത് ഒന്ന് കാരമലൈസ് ആയി വരുന്ന ടൈമിൽ അതിലേക്ക് 1 കപ്പ് പാലൊന്ന് ഒഴിച്ച് കൊടുക്കുക. പാൽ തണുപ്പുള്ളതാവുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട പിടിച്ച് വരും കേട്ടോ. ആ ഒരു പഞ്ചസാര അതൊന്ന് അതിൽ കടന്ന് മെൽറ്റായി കിട്ടിക്കോളും. പിന്നെ കാരമലൈസ് ചെയ്യുമ്പം ആ ഒരു സംഭവം കരിഞ്ഞു പോവാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി മിൽക്ക് മേഡോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പം അതും കൂടെ ഇട്ടുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാൽപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇനി കുറച്ചിത് തിക്നെസ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുക, നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്താണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. ഒട്ടി പിടിക്കുക അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അടിക്ക് പിടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ലോണം അത് പാനിൽ നിന്ന് വിട്ട് കിട്ടും. ഞാനത് മിക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത്. അങ്ങനെ അത് പാനിൽ നിന്ന് വിട്ട് പോരുന്ന ആ ഒരു ടെക്സ്ചറിലാവുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. എന്നിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് വന്നിട്ട് നല്ലോണം പ്രസ് ചെയ്താണ്ട് നല്ലൊരു ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പം നല്ല രീതിക്ക് തന്നെ അത് പാത്രത്തിൽ നിന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ കിട്ടും കേട്ടോ. കാരണം നെയ്യൊക്കെ തടവി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് അതൊന്ന് മുറിച്ചെടുക്കുക. ഏത് ഷേപ്പിലാണോ അങ്ങനെ നിങ്ങൾക്ക് മുറിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സ്വീറ്റ് തന്നെയാണ്. നമ്മളെ വീട്ടിൽ ബാക്കി വന്ന ബ്രെഡോ അല്ലെങ്കിൽ കഴിക്കാതെ വെച്ചേക്കുന്ന ബ്രെഡൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികൾക്ക് കൊടുത്താലും കഴിക്കാത്ത രീതിയിലുള്ള ബ്രെഡ് അങ്ങനെയൊക്കെ ആകുമ്പം ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മധുരമൊക്കെ തിന്നാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല കേട്ടോ. അപ്പം ഈ ഒരു സ്വീറ്റിന് നമ്മുടെ പഴയകാല മിഠായിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നല്ലോണം സെറ്റ് ആയതിന് ശേഷം എടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇല്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ഉടനെ തന്നെ അതെടുക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ.